നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഈ ആഴ്ചയും മുന്നോട്ട് തന്നെ പോയി അല്പം കയറി തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ചെറിയൊരു ഇടിവുണ്ടായി എങ്കിൽ പോലും അപ്പോൾ താഴോട്ടുള്ള യാത്രയുടെ ആഴ്ചകൾക്ക് വിരാമമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ആഴ്ചയിലും ഇങ്ങനെ താഴുകയോ പൊങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. ഇൻഡെക്സുകൾ എവിടെ നിന്നാലും ചില ഷെയറുകൾ നോക്കി വയ്ക്കുക. ആ ഷെയറുകളിലെ ഫണ്ടമെൻ്റൽസൊക്കെ ശരിയാണെങ്കിൽ, നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് അതിനെ നിക്ഷേപത്തിന് പരിഗണിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇൻഡെക്സിനെ അത്ര കൂടുതൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറില്ല. മറ്റൊരു കാര്യം, ഇൻഡെക്സ് അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 25,000 റെസിസ്റ്റൻസ് ആണ് ഇനി ബ്രേക്ക് ചെയ്ത് പോകാനുള്ളത്. RBIയുടെ അവലോകനം വന്നു കഴിഞ്ഞു. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. CRR മാത്രം ഒരല്പം കട്ട് ചെയ്തിരിക്കുന്നു. മാർക്കറ്റ് അതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ആഴ്ചയും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും. കാരണം FIIസിൻ്റെ വാങ്ങലുകളും DIIസിൻ്റെ നടപടികളും എല്ലാം മാർക്കറ്റിനെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 25,000 റെസിസ്റ്റൻസ് കടന്നു പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ മാനസികാവസ്ഥ പ്രദാനം ചെയ്യാൻ അതിന് കഴിയും. നമുക്ക് ഒരു 4 ഷെയറുകളെ നമ്മൾക്ക് അടുത്ത തന്നെ നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഒരവസ്ഥയിലുള്ള 4 ഷെയറുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് നിങ്ങളിത് വാങ്ങണമെന്നൊന്നുമുള്ള നിർദ്ദേശങ്ങളല്ല. എൻ്റെ പഠനത്തിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാത്തരം ഷെയറുകളും തന്നെ FIIസും DIIസും ഒക്കെ അവരുടെ പൊസിഷനുകൾ ഈ ക്വാർട്ടറിൽ ഉയർത്തിയിട്ടുള്ള ഷെയറുകളാണ്. നമ്മൾ പേഴ്സണലായിട്ട് എത്ര റിസർച്ച് ചെയ്യുന്നതിനേക്കാളും ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ റിസർച്ചിലും ഒക്കെ കൂടുതൽ പ്രസക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരത്ര ഗഹനമായി അതിനെ പഠിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ടുള്ള ഷെയറുകളായിരിക്കും അപ്പോൾ അവർ നിക്ഷേപത്തിന് പരിഗണിക്കുക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളുടേതായ രീതിയിൽ ചില ഗവേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷവും നമുക്ക് നിർദ്ദേശം നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു 4 ഷെയറുകൾ നിങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ്. പതഞ്ജലി ഫുഡ്സ് ആണ് ഒന്ന്. പതഞ്ജലി ഫുഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രുചി സോയയെ എന്ന കമ്പനി പൂട്ടിയപ്പോൾ അത് ഏറ്റെടുത്തത് പതഞ്ജലി ഫുഡ്സാണ്. സ്വാമി രാംദേവിൻ്റെ നേതൃത്വത്തിലുള്ള പതഞ്ജലി ഫുഡ്സ് അത് ഏറ്റെടുത്തു. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവരും. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കൺസ്യൂമർ ഐറ്റംസിൻ്റെ എല്ലാം വിൽപ്പന കുറയുകയൊക്കെ ചെയ്ത ഒരു അവസരമാണെങ്കിൽ പോലും പതഞ്ജലി ഫുഡ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് FIIസൊക്കെ ഈ ക്വാർട്ടറിൽ തന്നെ 5% അതിൽ കൂട്ടിയിരിക്കുന്നത് അവരുടെ നിക്ഷേപം. അപ്പോൾ ആ രീതിയിലുള്ള പതഞ്ജലി ഫുഡ്സിനെ ഒന്ന് പരിഗണിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 67,561 രൂപയുണ്ട്. ഹൈ കൊടുത്തിരിക്കുന്നത് 52 വീക്ക് ഹൈ ആണ് കേട്ടോ, 20,230 രൂപ. ലോ 1170 ആണ്. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് 69.76 കൈകാര്യം ചെയ്യുന്നു. FIIസ് 14.39. അത് 9.34% ആയിരുന്നതാണ്. ഇപ്പോൾ 14.39% ആയിട്ടുണ്ട്. DIIസ് 5.28% കൈകാര്യം ചെയ്യുന്നു. പബ്ലിക്കിൻ്റെ കയ്യിലുള്ള ഷെയർ ഹോൾഡിങ്സ് 12-ൽ നിന്ന് 10-ലേക്ക് കുറഞ്ഞുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ROCE ROE ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ROE ഒന്നും അത്ര മികച്ച നിലയിലല്ല ഇപ്പോൾ. 7.63% ROE.
ROCE ആണെങ്കിൽ 11.1%. അപ്പോൾ ഇങ്ങനെയുള്ള ഷെയറുകളാണ് ഇങ്ങനെയുള്ള ഒരു ഷെയറാണ് പതഞ്ജലി ഫുഡ്സ്. പതഞ്ജലി ഫുഡ്സിനെ ഏതെല്ലാം ലെവലിലാണ് കിടന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പോലും ഒരു 800 രൂപ ഒക്കെ ലെവലിൽ ഒരുപാട് കാലം കിടന്നതിന് ശേഷമാണ് അത് ഉയർന്നു വന്നത്. ഇപ്പോൾ അത് 1865 രൂപയിൽ നിൽക്കുന്നു. നിങ്ങളുടെ റഡാറിൽ കൊണ്ടുവരിക. അതിലേക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. FIs ഒരു 5% ഇതിൻ്റെ നിക്ഷേപം കൂട്ടിയിട്ടുണ്ട് അതിൽ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ. ഓക്കെ, മറ്റൊന്ന് ടെക്നോ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ടെക്നോ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കമ്പനി ഒരു എഞ്ചിനീയറിംഗ് സംരംഭമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അത് കോൺട്രാക്ട് ചെയ്യുന്ന ഒരു ഹെവി ഇൻഡസ്ട്രിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. 1504 രൂപയിലാണ് ഇപ്പം നിലവിലുള്ളത് അതിൻ്റെ വില. ഹൈ ലോ എന്ന് പറഞ്ഞാൽ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 1825 രൂപയിലും ലോ 607 രൂപയുമായിരുന്നു. അപ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അതൊരു നല്ല മുന്നേറ്റം കാഴ്ചവെച്ച കമ്പനിയാണ് ഈ കഴിഞ്ഞ വർഷം. അതിന് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 17,501 കോടി രൂപയാണ്. അതിൻ്റെ PE ഇത്തിരി കൂടി നിൽക്കുന്ന PE ഉണ്ട് 55.2 ഇൻഡസ്ട്രി ആവറേജ് എന്ന് പറയുന്നത് 35.3. ROCE 16.5%, ROE 13.1%. ടെക്നോ ഇലക്ട്രിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടേഴ്സ് 56.93% ആണത്. പ്രൊമോട്ടേഴ്സിൻ്റെ കുറഞ്ഞു കഴിഞ്ഞ തവണ. അതിൽ FIs ഒരു 5% കൂട്ടുകയാണ് ചെയ്തത്. 9.80% മാറി. 5% ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ ബൈ ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട്. DISൻ്റെത് 24.12%. അത് 2% DISും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുറഞ്ഞിരിക്കുന്നത് ശരിക്കും പ്രൊമോട്ടേഴ്സിൻ്റെയാണ് വിറ്റതായിട്ടാണ് കാണുന്നത്. അവരത് കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 9.15% ഷെയറുകൾ മാത്രമേ ഉള്ളൂ ടെക്നോ ഇലക്ട്രിക്കിന്. അപ്പോൾ നിങ്ങളുടെ റിസർച്ചൊക്കെ നടത്തിയതിന് ശേഷം മാത്രം പരിഗണിക്കുക ടെക്നോ ഇലക്ട്രിക് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്. അത് നിങ്ങൾക്ക് നിക്ഷേപാവസരം ഉള്ളതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് മാത്രം തീരുമാനിക്കുക. അടുത്തത് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ആണ്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ഈ അടുത്തിടെ ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ച കമ്പനിയാണ്. കാരണം റിലയൻസ് അതിൽ നിക്ഷേപം നടത്തി എന്നുള്ളത്. റിലയൻസിൻ്റെ നിക്ഷേപത്തോടെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധയിലേക്ക് വരികയും ഉയരുകയും ചെയ്തു അതിൻ്റെ വില എന്നുള്ളതാണ് വസ്തുത. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ഒരു സാധാരണ വലിയ പ്രസക്തി ഇല്ലാതിരിക്കുന്ന ഒരു കമ്പനി ആയിരുന്നു റിലയൻസ് വരുന്നത് വരെ. അത്രയും നാൾ ഇൻവെസ്റ്റേഴ്സ് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇപ്പോഴത് റിലയൻസിൻ്റെ നിക്ഷേപം വന്നതോടുകൂടി അത് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. 514 ലെവലിലാണ് നിൽക്കുന്നത്. റിന്യൂവബിൾ എനർജിയിൽ, സോളാർ എനർജിയിൽ ശക്തമായി മുന്നോട്ട് വരുമെന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ റിലയൻസ് അതിലും സോളാർ എനർജിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എല്ലാവരും ഇൻട്രസ്റ്റ് കാണിച്ചതുകൊണ്ടാണ് അത് ഉയർന്നു വന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 828 ലോ 390. ROCE 3.77 ഉള്ളൂ. ROE 56.7% ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ കാണുക. ഫേസ് വാല്യൂ 1 രൂപയുള്ള ഷെയറാണ്. പ്രൊമോട്ടേഴ്സ് അത് 2023 മാർച്ചിൽ ഏകദേശം ഒരു 72.73% ഷെയർ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലായിരുന്നത്. ഇപ്പോൾ പ്രൊമോട്ടേഴ്സിന് 45.75% ഷെയർ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് നോക്കാവുന്നത്. FIs പക്ഷേ ഒരു 4% ഇത് കൂട്ടിയിട്ടുണ്ട്. സ്റ്റേക്ക് 14.8% ആക്കി. DISും അതേപോലെ തന്നെ വലിയ എമൗണ്ട് കൂട്ടിയില്ലെങ്കിലും ഏകദേശം 1%-ത്തിനടുത്ത് കൂടിയിട്ടുണ്ട്. 9.7% ആണ് ഇപ്പോൾ DISൻ്റെ ഹോൾഡിംഗ് ഉള്ളത്. പബ്ലിക്കിന് 30.47% ഹോൾഡിംഗ് ഉണ്ട്.
സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ഒക്കെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. റിസ്ക് ഒക്കെ ഒരു അല്പം ഉണ്ട് അതിൽ. എന്താണെന്ന് വെച്ചാൽ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ റിലയൻസ് അത് ഏറ്റെടുക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഷെയറിന് പ്രാധാന്യം കിട്ടിയത് തന്നെ. അപ്പോൾ അതിൻ്റെ പിൻകാലത്തെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാവില്ല. അതിനത്ര മികച്ച ഒരു ട്രാക്ക് റെക്കോർഡൊന്നുമില്ല. ഒരുപാട് കാലങ്ങളായ ഒരു ഷെയറല്ല, റിന്യൂവബിൾ എനർജിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയായിരിക്കുമെന്ന്. അതിനനുസരിച്ച് തന്നെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിസർച്ചുകളാണ് എല്ലാത്തിനും വേണ്ടത്. നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രം നിക്ഷേപത്തിന് ശ്രമിക്കണം. മറ്റൊന്ന് ഹൊണാസ കൺസ്യൂമർ ലിമിറ്റഡ് ആണ്. ഹൊണാസ കൺസ്യൂമർ ഈ അടുത്ത കാലത്ത് അത് വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്വാർട്ടറിലെ റിസൾട്ട് വന്നത് മഹാമോശമായിരുന്നു. ഒരു ക്വാർട്ടറിലെ റിസൾട്ട് വന്ന് മഹാമോശമായതോടുകൂടി അത് ഏകദേശം 50% കൂടുതലാണ് ഇടിഞ്ഞു വന്നത്. ഇപ്പോൾ അത് നിൽക്കുന്നത് 266 രൂപയിലാണ്. 547 രൂപ ഹൈ കാണിച്ചിട്ടുണ്ട്. ആ ഷെയറാണ് 266 രൂപ. ഇപ്പോൾ കഴിഞ്ഞ 2-3 സെക്ഷനുകളിൽ ഡേയ്സിലെ ട്രേഡിങ്ങിൽ അത് ഉയർന്നു വന്നതുകൊണ്ട് 266 വന്നതാണ്. 222 രൂപയിലേക്ക് അത് ഒരു ക്വാർട്ടറിലെ ഈ ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ അത് താഴോട്ട് വന്നു. ഓൺലൈൻ കൺസ്യൂമർ ഐറ്റംസ് സെല്ല് ചെയ്യുന്നവരിലാണ് അവരുടെ മെയിനായിട്ടുള്ള വരുമാന മാർഗം. എല്ലാത്തരം കൺസ്യൂമർ ഐറ്റംസും സെല്ല് ചെയ്യുന്നു. പേഴ്സണൽ കെയർ, ഹോം കെയർ, അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടെയാണ് അവരുടെ സെല്ലിങ്. പക്ഷെ അതിനകത്ത് എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഈ FIs ഈ താഴ്ച വന്നതിന് ശേഷവും അതിൽ നിക്ഷേപം നടത്തുന്നു എന്നുള്ളതാണ്. 9.31% FIs ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് വെറും 4.31 ആയിരുന്നു അതിനകത്ത് ഈ കഴിഞ്ഞ ക്വാർട്ടറിന് മുമ്പുള്ള അവസ്ഥ FIsൻ്റെ. അപ്പോൾ 5% ഷെയറുകൾ FIs വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതാണ് അതിനെ ശ്രദ്ധിക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ട് കൊണ്ട് ഒന്നും കാര്യം നടക്കില്ല. അടുത്ത ക്വാർട്ടറിലും അതിനടുത്ത ക്വാർട്ടറിലും ഒക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നിങ്ങളും അതിനെ അങ്ങനെ ഒരു എടുത്താൽ മതി. ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡുകൾ നോക്കി പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ഒരു ഷെയറാണ്. ഒരുപാട് മുന്നോട്ട് പോകാനാവില്ലാത്ത അല്ലാത്ത ഒരുപാട് പിൻകാലത്തെ നോക്കാൻ പറ്റാത്ത ഒരു ഷെയറാണ് ഹൊണാസ കൺസ്യൂമറൊക്കെ. 2017 കണ്ട് ഉണ്ടായി വന്നുള്ളൂ ആ കമ്പനി തന്നെ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തന്നെ അതിനെ കാണണം. പുതിയ കമ്പനി ആകുമ്പോൾ അതിൻ്റേതായ റിസ്കുകളുണ്ട്. എന്നാൽ തന്നെയും നമ്മൾക്ക് ഉള്ള സൂചകങ്ങൾ അനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. FIsൻ്റേത് 19.31% അവർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 14% നിന്ന് അത്ര കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അവർ കാണുന്നുണ്ടാവും വളർച്ചയിൽ. അതുതന്നെയല്ല, DISും കൂട്ടിയിട്ടുണ്ട്. 17.49% ആയി. പബ്ലിക്കിൻ്റെ കയ്യിൽ 28.23% ഉള്ളൂ. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ കുറവാണ്. 34.98% പ്രൊമോട്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഷെയർ. അപ്പോൾ ഇത്തരം റിസ്കുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രമേ ഹൊണാസയിൽ നിക്ഷേപിക്കാൻ നോക്കാവുള്ളൂ. കാരണം അതിൻ്റെ ഈ കഴിഞ്ഞ ക്വാർട്ടർ വളരെ മോശമായിരുന്നു. അത് കൊണ്ടാണ് അത് റിസൾട്ട് അനുസരിച്ച് തന്നെ അത് ഇടിയുകയും ഉണ്ടായി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിനെ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം അതിൽ നിക്ഷേപം നടത്താൻ. നിങ്ങൾ ആ രീതിയിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങളുടെ റഡാറിൽ കൊണ്ടുവരേണ്ട ഒരു ഷെയറാണിത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. IT സെക്ടറിൽ നിന്ന് KPIT ടെക്നോളജീസ് ആണ്. KPIT ടെക്നോളജീസിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ 1481. ഈ അടുത്തിടെ അത് നല്ല രീതിയിൽ മുന്നോട്ട് വന്നതാണ്. 1300 കിടന്നത് 1481 വന്നിരിക്കുന്നു. IT മേഖലയിൽ മൊത്തത്തിലുണ്ടാകുന്ന ഉണർവിൻ്റെ ഭാഗമായിട്ട് അത് ചലിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ PE എന്ന് പറയുന്നത് 56, ROC 38.4 ആണ്, ROE 31.2 ഉണ്ട്. ഫേസ് വാല്യൂ 10 രൂപയാണ്. പ്രൊമോട്ടേഴ്സിന് 39.47% ഷെയർ ഹോൾഡ് ചെയ്യുന്നു. FIs 20.95 ഹോൾഡ് ചെയ്യുന്നു. DIs 17.52% ഹോൾഡ് ചെയ്യുന്നു. പബ്ലിക്കിൻ്റെ കയ്യിൽ 21.11% ഷെയർസാണുള്ളത്. അതങ്ങനെയാണ് KPIT ടെക്നോളജീസ് ലിമിറ്റഡ്.
KPIT ടെക്നോളജി കഴിഞ്ഞ ക്വാർട്ടറിലും വലിയ മോശമില്ലാത്ത റിസൾട്ടുകൾ തന്ന കമ്പനിയാണ്. IT മേഖലയിലുണ്ടാകുന്ന ഉണർവ് അതിന് കൃത്യമായും മുതലെടുക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശത്തിൽ നിന്ന് ഫോറിൻ മണിയാണ് അവരുടെ വരുമാനത്തിൻ്റെ 80%. അപ്പോൾ ആ രീതിയിൽ അത് അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഉണർവ് തീർച്ചയായിട്ടും അതിന് ഗുണകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും US വരുന്ന മുന്നേറ്റങ്ങളൊക്കെ അതിന് ഉണർവാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ട് അതിലേക്ക് ശ്രദ്ധ പതിയുന്നു എന്നുള്ളതാണ്. അതിനകത്ത് DIs ആണ് അതിൻ്റെ ഇത് കൂട്ടിയിട്ടുള്ളത്. DIs 17.52% ആക്കി, 15 ആയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ അതിലും വന്നിട്ടുണ്ട്. ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുതിയതായിട്ട് അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിൽ അതിൽ നിക്ഷേപ താല്പര്യങ്ങൾ വരുന്നത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഫോറിനേഴ്സ് വന്ന് അതിൽ നിക്ഷേപം കൂട്ടുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ നിരീക്ഷണത്തിനപ്പുറം അതിലെന്തെങ്കിലുമൊക്കെ സാധ്യതകൾ കാണുന്നത് കൊണ്ടാണ് അവർ അതിന് നിക്ഷേപത്തിന് ശ്രമിക്കാറ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് ആ ഫോറിനേഴ്സിൻ്റെ നിക്ഷേപം കൂടുമ്പോൾ ആ കമ്പനി ലൈം ലൈറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ തന്നെ കാണുക. നമ്മൾക്ക് സ്വന്തമായി റിസർച്ച് അല്ലെങ്കിൽ നടത്തുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ആ കമ്പനിയുടെ പ്രവർത്തന മേഖലയും പ്രവർത്തനങ്ങളും ഏതൊരു തലത്തിലാണെന്ന് അവർക്ക് മനസ്സിലാക്കാനാവുന്നുണ്ടാവും. അതുമല്ല, മാനേജ്മെൻറ്റ് തലത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കൂടുതലായി അവർ ശ്രദ്ധിക്കുന്നുമുണ്ടാവും. അതുകൊണ്ടാണ് FIs അതിലൊക്കെ നിക്ഷേപ സാധ്യതകൾ കാണുന്നത്. അപ്പോൾ ഈ 5 ഷെയറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും IT മേഖലയൊക്കെ ഈ അടുത്ത് തന്നെ ഒരു ഉണർവിലേക്ക് വരുന്ന സമയത്ത് KPIT ടെക്നോളജീസിന് തീർച്ചയായിട്ടും നല്ല സാധ്യതകളുണ്ട് എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 5 ഷെയറിൻ്റെ കഥകളിൽ നമുക്ക് അവസാനിപ്പിക്കാം. മാർക്കറ്റ് തീർച്ചയായിട്ടും അതിൻ്റെ രീതിയിൽ തന്നെ തുടരും. അത് റെസിസ്റ്റൻസുകൾ പലതും ബ്രേക്ക് ചെയ്യും, കടന്നു പോവുകയും ചെയ്യും. അതിനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളുടെ കയ്യിലുള്ള പണം കൃത്യമായ രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ആ ഷെയറുകളെ നമ്മൾ വാച്ച് ചെയ്യുന്നു. ആ ഷെയറുകളാണ് നിങ്ങളുടെ വരുമാനം ഉയർത്തുന്നത്. അങ്ങനെ അല്ലാത്ത നിക്ഷേപം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് ഒരു ഷെയറിനെ വിശ്വാസത്തിലെടുക്കാതെ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ വിശ്വസിച്ച്, അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് അസറ്റ് കൈകാര്യം ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സിനെ വിശ്വസിച്ച് ഒക്കെ നിക്ഷേപിക്കുക. അപ്പോഴാണെങ്കിൽ നമ്മൾക്ക് ബൾക്കായിട്ട് ഒരു നിക്ഷേപം നടത്തി വർഷങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം. മ്യൂച്വൽ ഫണ്ടുകൾ ഒരു കാരണവശാലും നിങ്ങൾ കുറഞ്ഞ കാലത്തേക്ക് ഒരു 3 വർഷത്തിൽ താഴെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് നല്ല വരുമാനം ഉണ്ടാകുമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നടക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു 3 വർഷം അതിന് മുകളിലേക്കുള്ള എത്ര കാലം ഉണ്ടെങ്കിലും നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നല്ല നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നിക്ഷേപത്തിന് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്നെ വീക്ഷിച്ച എല്ലാവർക്കും